സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബമ്പർ ഭാഗ്യക്കുറിയുടെ വിജയികളെ നമ്മൾ ഇന്നറിയാൻ പോകുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് വഴുതക്കാട് ഗോർഖി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ്. 20 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന ബമ്പർ നറുക്കെടുപ്പിലൂടെ 21 പേർ കോടീശ്വരന്മാരാകും. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇന്നാണ് ആ വിജയിയെ അറിയാനിരിക്കുന്നത്. ഇനി വിജയിയുടെ പിന്നാലെയുള്ള ഓട്ടത്തിലായിരിക്കും വിജയി ആരെന്ന് കണ്ടെത്താൻ. ഈ ഒളിഞ്ഞിരിക്കുന്ന വിജയെ കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ടല്ലോ, ആരായിരിക്കും ആ ഭാഗ്യവാനെന്ന്. ഗുഡ് മോർണിംഗ് മോത്തി. അത് തന്നെയാണ്, ഭാഗ്യാന്വേഷികളിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ്. കുറച്ച് മണിക്കൂറുകൾ എങ്ങനെ തള്ളി നീക്കാമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. മോത്തി സൂചിപ്പിച്ചതുപോലെ ആ ലോട്ടറിയുടെ നമ്പർ അത് നോക്കി വെച്ച് പിന്നീട് അവർ കണ്ണു നട്ടിരിക്കുന്നത് ടി വിയിലേക്കായിരിക്കും. അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയും. പിന്നെ ഈ പറയുന്നത് പോലെ അതിനുശേഷമാണ് ഓട്ടം ആരംഭിക്കുന്നത്. ആരാണ് ആ കോടിപതി? 20 കോടി രൂപയാണ് നവത്സര ക്രിസ്മസ് ബമ്പർ നൽകുന്നത്. ആ 20 കോടി രൂപ ലഭിച്ചത് ആർക്കാണ് എന്നുള്ള കണ്ടെത്തലിന് വേണ്ടിയാണ് പിന്നീട് പുറകെ നടക്കുക. പിന്നീട് അവരെ പരിചയപ്പെടും. അതിനുശേഷം പിന്നീട് നമ്മൾ കാതുറക്കുന്നത് അവർ പറയുന്ന കഥകൾ കേൾക്കാനാണ്. ആരൊക്കെ വിളിച്ചു, എങ്ങനെ പൈസ ചിലവാക്കി. ചിലർ പുറത്ത് പറയേണ്ടാൻ തീരുമാനിക്കുന്ന വ്യക്തികളുമുണ്ട്. എന്തായാലും ഈ ബമ്പർ, അതായത് ക്രിസ്മസ് നവത്സര ബമ്പർ എടുക്കുന്ന 21 പേരാണ് ഇന്ന് കോടീശ്വരന്മാരാകാൻ പോകുന്നത്. ഒന്നാം സമ്മാനം 20 കോടിയാണ്. രണ്ടാം സമ്മാനം 20 പേർക്ക് ഓരോ കോടി രൂപ വെച്ച് നൽകുന്നുണ്ട്. അത്തരത്തിൽ 21 പേർ കോടീശ്വരന്മാരാകാൻ പോവുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി. 3 മണിയോടുകൂടി, 2 മണിക്ക് ആരംഭിക്കും, 3 മണിയോടുകൂടി ആരാണ് 21 പേർ എന്ന് നമുക്കറിയാൻ കഴിയും. എല്ലാവരും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല. കാരണം 400 രൂപയാണ് ഈ ലോട്ടറിയുടെ വില. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും എടുത്തില്ല. പക്ഷേ ക്യാമറ ഇപ്പോൾ ചലിപ്പിക്കുന്ന നെല്ലൈമുരുകൻ എടുത്തിട്ടുണ്ട്. നെല്ലൈമുരുകൻ വലിയ പ്രതീക്ഷയിലാണ്. ഉച്ചയ്ക്ക് നെല്ലൈമുരുകനിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു രാഹുൽ. നെല്ലൈമുരുകന് സമ്മാനം അടിച്ചിട്ട് വേണം നമുക്കൊക്കെ ഇന്ന് ആഘോഷിക്കാൻ. തീർച്ചയായിട്ടും നെല്ലൈമുരുകൻ അതുകൊണ്ട് തന്നെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് എല്ലാ തിരക്കും മാറ്റി വെച്ചുകൊണ്ട് ഇതിൽ റിസൾട്ട് കാണാനായി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും. കാരണം 50,000 ടിക്കറ്റുകളാണ് പുറത്തിറക്കിയതിൽ കഴിഞ്ഞ ദിവസം വരെ ഏതാണ്ട് 47 ലക്ഷത്തിനടുത്ത് 50 ലക്ഷത്തിനടുത്ത് ടിക്കറ്റാണ് പുറത്തിറക്കിയത്. 40 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങിയിട്ടുള്ളത് പാലക്കാടാണ്, രണ്ടാമത് തിരുവനന്തപുരമാണ്, മൂന്നാമത് തൃശ്ശൂരാണ്. അങ്ങനെ ടിക്കറ്റുകൾ ഇപ്പോഴും ഈ അവസാന നിമിഷങ്ങളിൽ പോലും ടിക്കറ്റുകൾ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുകയാണ്. എന്തായാലും 2 മണിവരെ കാത്തിരിക്കാം. ഇന്ന് ഗോർഖി ഭവനിൽ, വഴുതക്കാട് ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ് നടക്കുക. മോത്തി.